സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാവരും ടെക്നിക്കലി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റും ആഡുകൾ റൺ ചെയ്യാൻ പഠിക്കും. പക്ഷേ ബേസിക് ആയിട്ടുള്ള മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമ്പയിൻ പലപ്പോഴും സക്സസ്ഫുൾ ആവാതെ വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ബേസിക് ആയിട്ട് നമ്മൾ മാർക്കറ്റിംഗ് പഠിച്ചിരിക്കണം. എങ്ങനെയാണ് ഒരു ഓഫർ സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ സൈക്കോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഒരു കസ്റ്റമറിന് ഓഫർ നൽകുമ്പോൾ ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള, കസ്റ്റമറിന് നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഓഫർ ആവണം കസ്റ്റമറിന് നൽകേണ്ടത്. അലക്സ് ഹോർമോസി എന്നൊരു ഫേമസ് എന്റർപ്രണർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് 100 മില്യൺ ഓഫർ. അദ്ദേഹം അതിൽ പറയുന്നത്, ഒരു ഓഫർ സെറ്റ് ചെയ്യുമ്പോൾ അത് ഹൈ വാല്യൂ നൽകണം, ഏറ്റവും വാല്യൂ കസ്റ്റമറിന് നൽകണം, റിസ്ക് റിവേഴ്സ് ചെയ്യണം. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു, ഈ പ്രോഡക്റ്റ് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്കറിയില്ല. എന്നാൽ ഒരു മണി ബാക്ക് ഗ്യാരണ്ടി നൽകുന്നു, 30 ദിവസത്തെ മണി ബാക്ക് ഗ്യാരണ്ടി. ഓക്കെ, എനിക്ക് ഈ പ്രോഡക്റ്റ് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യാം. അവിടെ കസ്റ്റമർ നേരിടുന്ന ഒരു റിസ്ക് റിവേഴ്സ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ആ പർച്ചേസ് ചെയ്താൽ ആ പ്രോഡക്റ്റ് മോശമാകുമോ എന്ന അദ്ദേഹത്തിന്റെ ആശങ്ക അവിടെ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് എക്സ്ട്രാ വാല്യൂ. നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഒരു സർവീസോ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് അത് വളരെ അട്രാക്ട് ചെയ്യും. പിന്നെ സ്കേഴ്സിറ്റി, അർജൻസി. മനുഷ്യ മനസ്സിന് നഷ്ടബോധം കൂടുതലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പ്രോഡക്റ്റ് ഓർ സർവീസ് വാങ്ങിക്കാൻ കിട്ടില്ല എന്നൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നാം അത് പർച്ചേസ് ചെയ്യും. ഇവിടെ ഒരു ലിമിറ്റഡ് എഡിഷൻ പ്രോഡക്റ്റ് 1500 കസ്റ്റമറിന് മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നഷ്ടബോധം വർദ്ധിക്കുകയും നമ്മളത് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്യും. ഇത് ആമസോൺ വെബ്സൈറ്റിൽ നമ്മൾ സാധാരണയായി കാണുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇത്തരത്തിൽ നമ്മൾ മാർക്കറ്റിംഗിൽ ഓഫർ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും കസ്റ്റമേഴ്സിന്റെ സൈക്കോളജിനെ കുറിച്ചും അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് നേരിടുന്ന പെയിൻ പോയിന്റ്സ് മനസ്സിലാക്കണം. കസ്റ്റമറിനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് നമ്മൾ വിപണിയിലേക്ക് കൊണ്ടുവരേണ്ടത്. കസ്റ്റമർ നേരിടുന്ന എന്തൊക്കെയാണ് പെയിൻ പോയിന്റ്സ്, അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം കൃത്യമായി നമുക്ക് പഠിച്ചു മനസ്സിലാക്കി ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ എന്ന തരത്തിൽ വേണം നമ്മുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഓഫർ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഈ പ്രോഡക്റ്റ് ഓർ സർവീസ് നമുക്ക് സെല് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ എത്രത്തോളം മാർക്കറ്റിംഗ് ചെയ്ത് പ്രോഡക്റ്റ് സെല് ചെയ്താലും അന്തിമമായിട്ടുള്ള നമ്മുടെ റിസൾട്ട് ഇരിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ഓർ സർവീസിന്റെ ക്വാളിറ്റിയിലാണ്. ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് ഓർ സർവീസ് നമ്മൾ കൃത്യമായി മാർക്കറ്റ് ചെയ്താൽ നമുക്ക് വിപണി പിടിക്കാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആപ്പിളിന്റെ ഐഫോൺ. നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആരംഭിക്കുന്നതിന് മുന്നേ നമ്മുടെ ഗോൾ എന്താണെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യണം. സെയിൽസ് ആണോ വേണ്ടത്, ട്രാഫിക് വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്? ആദ്യമേ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യണം. സെയിൽസിന് വേണ്ട കണ്ടന്റ് അല്ല ബ്രാൻഡ് അവയർനെസ് കൊടുക്കേണ്ടത്. ബ്രാൻഡ് അവയർനെസ്സിന് ചിലപ്പോൾ എഡ്യൂക്കേഷൻ, നമ്മുടെ പ്രോഡക്റ്റ് സർവീസിനെ കുറിച്ച് കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കണ്ടന്റുകളായിരിക്കും ബ്രാൻഡ് അവയർനെസ്സിന് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡിന്റെ വാല്യൂസിനെ കുറിച്ച് വിശദീകരിക്കുന്ന കണ്ടന്റുകളായിരിക്കും ബ്രാൻഡ് അവയർനെസ്സിന് വേണ്ടത്. എന്നാൽ സെയിൽസിന് വേണ്ടത് അത്തരം കണ്ടന്റുകളല്ല. അവിടെ ഒരു സെയിൽസ് നടക്കാത്ത രീതിയിലുള്ള ഒരു കണ്ടന്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്ന വ്യക്തിയാണ്. ഞാനിവിടെ ഒരു ഫ്രീ വെബിനാറാണ് ആദ്യം ഓഫർ ചെയ്യുന്നത്. ഫ്രീ വെബിനാറിന്റെ അവസാനം ഞാൻ അവർക്ക് ഓഫർ ചെയ്യുന്നത് പെയ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ ഡിസ്കൗണ്ട് നൽകും. ഇതൊരു സെയിൽസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അടുത്തത് നമ്മുടെ കസ്റ്റമറിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പറയുന്നതാണ്. കസ്റ്റമറിനെ കുറിച്ച് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. നമ്മൾ പാത്രം അറിഞ്ഞു വേണം വിളമ്പേണ്ടത്. അവരുടെ പ്രായം, അവരുടെ അഭിരുചികള്, അവരുടെ ആഗ്രഹങ്ങള്, അവരുടെ ലൊക്കേഷൻ, ഇതെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ആവശ്യമുള്ള കണ്ടന്റ് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ തുടക്കക്കാർ മാർക്കറ്റിംഗിനെ കുറിച്ച് ബേസിക്കായിട്ട് മനസ്സിലാക്കുക, മാർക്കറ്റിംഗ് സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യുക. ഇത്തരത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.